Good afternoon. Good afternoon. Good afternoon, ma'am. Okay, so prayer ഒക്കെ കഴിഞ്ഞു? Yeah. No, ma'am. Okay, please start. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജമായി സ്വഗേഹമായി ഭവിക്കണം. ഇക്കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ, നീ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പ്ലീസ്. ഇല്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ ആയിരിക്കും നമുക്ക് ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു ലാസ്റ്റ് ക്ലാസ് വരുന്നത്. ആ ദിവസം ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു വരാം. പ്ലാൻ ചെയ്യും. ഓക്കെ, ആർക്കും ഒരു സന്തോഷമില്ല ഓണം സെലിബ്രേഷൻ. നമ്മളൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേകത കാണുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ ബട്ട് കൂടുതൽ മനോഹരമാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് തന്നെ ഭയങ്കര രസമായിരിക്കും. ഓക്കെ പ്ലീസ്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു? നമ്മൾ എവിടെയായി? എന്തുട്ടി? യെസ് പ്ലീസ്. ടേബിൾ കഴിഞ്ഞായിരുന്നു, ലേണിംഗ് മെറ്റീരിയൽസ്. ഓക്കെ ഓക്കെ. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് മാം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ കുറച്ച് ടെക്നിക്കൽ സൈഡിലൊരു അപ്ഗ്രഡേഷൻ പോലെ നടക്കുകയാണ്. അപ്പോൾ അസൈൻമെന്റ് വാല്യൂ ചെയ്ത് വരുമ്പോഴേക്കും ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെയോ ഓണത്തിന്റെ ഇതും എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അതുവരെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസൈൻമെന്റുകളും വാല്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ക്ലാസ്സിലും കൂടെ ഒന്ന് പറയാം. കാരണം നമ്മുടെ ടെക്നിക്കൽ ടീമിലെ കുട്ടികൾ ഒത്തിരി വർക്ക് ലോഡ് ഉള്ളവരാണ്. അപ്പൊ അവരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ട് ഇരിക്കട്ടല്ലോ. ഇനിയിപ്പോ കുഴപ്പമില്ലാതെ അത് ആ ഒരു ഇഷ്യൂ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഇനി ഏതെങ്കിലും ടോപ്പിക്സ് നമ്മളുടെ ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ഓക്കെ,
ഓക്കെ, നമ്മൾ ഇതല്ലേ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴായിരുന്നല്ലോ ഒരു ആരായിരുന്നു പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു കുട്ടിയുടെ അമ്മ ഇങ്ങനെ വീട്ടിൽ ഇതുപോലെ ഒരു ഏരിയൊക്കെ ചെയ്തിരുന്നു. ആരായിരുന്നു പറഞ്ഞത്? ആതിരയാണ്. ആര്യ. ഓക്കെ ഓക്കെ. അതൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു അല്ലെ. ഭയങ്കര ഒരു രസം തോന്നി അത് കേട്ടപ്പോ. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ടേബിൾ കംപ്ലീറ്റ് ചെയ്തോ? യെസ്. അത് കഴിഞ്ഞിട്ട് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് അത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആര്യ പറഞ്ഞത്. So development of emotional and spiritual life അല്ലെ. കുട്ടിയാണ് എന്ന് കരുതിയിട്ട് ഫീലിങ്സും ഇമോഷൻസും ഒന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അമ്മയുടെ അടുത്തുനിന്ന് അങ്ങനെ തമാശക്ക് നമ്മള് അമ്മയില്ലാന്നോ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് വിതുമ്പി കരയുന്ന കാണാം അല്ലെ. അവരുടെ കെയർ ഗിവർ ആരാണോ അവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യിക്കുമ്പോഴേക്കും അവർക്ക് ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. അതിൽ നമുക്ക് ഓരോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ലേണിംഗ്, സോഷ്യൽ ഇന്ററാക്ഷൻ, സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, അത് വരെ ഒന്ന് വായിക്കാമോ? അതായത് മോഡൽ ടു ദം എന്ന് പറഞ്ഞ് ഈ കാണുന്ന ഇവിടെ വരെ. യെസ് പ്ലീസ്. ആരാ റീഡ് ചെയ്യാം? വായിക്കാം മാം. Development of emotional and spiritual life. Montessori believed that the child possesses within him at birth the sense that responds to his emotional and spiritual surroundings. She believed children need motivation from those around them. He develops his emotional and spiritual life through receiving stimuli from people when he communicates with them. Learning social interaction. It is during the interaction with his classmates in the Montessori environment that a child comes across experience which helps him to develop emotional maturity. Through the activities in the specially prepared environment, children learn sociability, good manners, and how to be considerate and share. Sense of mutual responsibility is also a needed part in this area. So children need to be allowed to help one another, which will help to develop the feeling of empathy in them. The vertical grouping, the system of putting children of ranging age groups in one class, allows the connection between younger children to older ones and vice versa. This gives the elder to help the youngsters and also to sense a role model to them. Okay, so development of emotional and spiritual life. കുട്ടികൾ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുമല്ലേ. അപ്പൊ ചെറിയ പ്രായത്തിലൊന്നും ആ ഒരു സോഷ്യലൈസ് ചെയ്യുന്നതൊന്നും ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോ ഒക്കെ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് കരയും. അപ്പൊ അവര് സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആ ഒരു ടൈമില് അവരുടെ പല ഫീലിങ്സും ഇമോഷൻ, അതായത് ഇപ്പോ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ സന്തോഷം, അങ്ങനെ പാർക്കിൽ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഈ ഒരു ടൈമിലാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ അംഗൻവാടികള്, പ്രീ സ്കൂളിലൊക്കെ ചേർക്കുമ്പോൾ അവരുടെ കൂടെ ഒരു ക്ലാസ്മേറ്റ്സ് ഉണ്ടാകും. അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ തുടങ്ങും, ഷെയറിങ് തുടങ്ങും, ടോയ്സ് ഷെയർ ചെയ്യും, ഭക്ഷണം ഷെയർ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഹോളി ഗ്രേസിൽ ഉള്ള 2 ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഒരു ഗ്രൂപ്പില് 30 ഉണ്ട്. അപ്പൊ അവര് പറയുമായിരുന്നു, ഈ ലഞ്ച് ബ്രേക്ക് അല്ലെങ്കിൽ സ്നാക്സിന്റെ ടൈമിലൊക്കെ ഇവര് കുട്ടികളെ കഴിക്കാനായിട്ട് ഓരോന്ന് കൊണ്ടുവരുമ്പോ അവർക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻസും ഉണ്ട്, ജങ്ക് ഫുഡ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന്. കൊണ്ടുവരുമ്പോ ചില കുട്ടികൾ ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പോ ഷെയർ ചെയ്യാനായിട്ട് എല്ലാവരും അവരുടെ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം അങ്ങനെ എടുക്കുമ്പോഴേക്കും കുറച്ചധികം കിട്ടുമല്ലോ. അങ്ങനെ വരാത്ത കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു ആക്ടിവിറ്റി പോലെ അവര് ചെയ്യിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. കുട്ടി പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടും. ആ ഒരു വീടാണെങ്കിൽ വീട്ടിലിപ്പോ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ട്രഡീഷണൽ കാര്യങ്ങളും റിലീജിയസ് ബിലീഫും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ചെറുപ്പം തുടങ്ങിയ കുട്ടി വീട്ടിൽ അതിങ്ങനെ കണ്ടുവരുമ്പോൾ ആ ഒരു ഇതെല്ലാം കുട്ടിയും ഫോളോ ചെയ്യും. കുട്ടിയിലേക്ക് മോറൽ വാല്യൂസ് എത്താനായിട്ട് അത് കാരണമാകും. കാരണം ആ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ നിന്ന് പ്രെയർ ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുമ്പോഴേക്കും
കുട്ടിയിലും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് അധികം സംസാരിക്കാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഇവരിൽ മോറൽ വാല്യൂസും ഡിസിപ്ലിനും എല്ലാം കൊണ്ടുവരും. പിന്നെ അതെല്ലാം എല്ലാ റിലീജിയനും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരേ മെസ്സേജാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതും ആ ഒരു അനുഭവവും എക്സ്പീരിയൻസും അവർക്ക് ഉണ്ടാവും. സ്കൂളിലേക്ക് ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ. അപ്പൊ ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ വരുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് കുട്ടിയുടെ ഇമോഷണൽ സ്പിരിച്വൽ ലൈഫിന്റെ ഡെവലപ്മെന്റ് ശരിയാകുന്നത്. മോണ്ടസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലാകുമ്പോൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് കുട്ടി ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ മറ്റു കുട്ടികളുമായിട്ട് ഇരുന്ന് ചെയ്യാൻ താല്പര്യപ്പെട്ട അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് അതിലേക്ക് വരുന്നതാണെങ്കിലും ഇന്ററാക്ട് ചെയ്യാനും എല്ലാ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് മോണ്ടസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അവിടെ അവര് സോഷ്യലൈസ് ആകുന്നു, ഗുഡ് മാനേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും, എങ്ങനെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാം, എങ്ങനെ ഒരു കോപ്പറേഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യാം, സഹകരണം എന്നൊക്കെ പറയില്ലേ, പിന്നെ എങ്ങനെ ഷെയർ ചെയ്യാം, അങ്ങനെയെല്ലാം അവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, അതും ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്. ഈ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, സെൽഫായിട്ട് റെസ്പോൺസിബിലിറ്റി, പിന്നെ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഒരു കുട്ടി മറ്റേ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു, അതല്ല മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. അതായത് ആ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു എംപതി അവരിൽ ഉണ്ടാകണം. കാരണം ഇപ്പൊ ഒരു കുട്ടി മെറ്റീരിയൽസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഷെൽഫിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോകുമ്പോൾ അവനെല്ലാം കൂടെ ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു. ഇപ്പൊ വേറൊരു കുട്ടി വന്ന് അവനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാനും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എനിക്കും പറ്റില്ല, ആ ഒരു പറ്റാതെ വന്നാലോ അങ്ങനെ തോന്നിയൊരു എംപതി ഫീൽ ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ അത് മാറ്റ് റോൾ ചെയ്യുന്നു, അത് ഒരു എൻഡിൽ ഒരാൾ പിടിച്ച് റോൾ ചെയ്യുന്നു, മറ്റേ ആൾ പിടിച്ച് റോൾ ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിലുള്ളൊരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി അവരിൽ ഉണ്ടാകും. നമ്മളെ വീട്ടിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ടാസ്കുകൾ, ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ടാസ്കുകൾ നമുക്ക് ഏൽപ്പിക്കാം, അവരുടെ ഏജിനനുസരിച്ച് അല്ലെ. അവർ ഒരുമിച്ച് അത് ചെയ്യും. അപ്പൊ അത് ഇത് ഞങ്ങൾ രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിൽ അവരത് ചെയ്യും. പിന്നെ വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണ് മോണ്ടസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. അതായത് പല ഏജിലുള്ള കുട്ടികൾ, മിക്സഡ് ഏജ് ഗ്രൂപ്പ്. പല ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years തുടങ്ങി, അല്ലെങ്കിൽ 2.5 years തുടങ്ങി 6 years വരെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എൽഡർ കുട്ടികളെ കണ്ട് അവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും, റോൾ മോഡൽ ആക്കി വെക്കും. അങ്ങനെ ചിൽഡ്രൻ ഓൾഡർ ആയിട്ടുള്ള പ്രായം കൂടുമ്പോഴത്തെ മുതിർന്ന കുട്ടികളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. തിരിച്ചും അതുപോലെ തന്നെ. അപ്പൊ എൽഡർ എപ്പോഴും യങ്സ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു റോൾ മോഡൽ അവരുടെ മുന്നിൽ ഞാൻ എല്ലാം ശരിയായിട്ട് കാണിക്കണം, അങ്ങനെ ഒരു റോൾ മോഡൽ ആയിട്ട് നിൽക്കും. അത് ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റോൾ ഓഫ് അഡൽട്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പറഞ്ഞു. അഡൽട്ട് എപ്പോഴും പാസീവ് ആയിരിക്കണം, ആക്റ്റീവ് ആകേണ്ടത് കുട്ടി വേണം. അഡൽട്ട് പാസീവായിട്ട് കുട്ടിയെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള റോള് മാത്രമേ ഉള്ളൂ അഡൽട്ടിന്. ഓക്കെ, റോൾ ഓഫ് അഡൽട്ടും ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ് റീഡ് ചെയ്യാമോ പ്ലീസ്? Role of adult. Children should be treated in a loving, caring way. Whenever the children make mistake, they should not be chided or treated severely unless they are disturbing or destructive. Adults should behave using the knowledge that children have the ability to feel love and to be attracted to people who behave lovingly, but it will be destroyed if the adults are not careful. Development of moral values. For the development of moral sense to take place, good and evil must be apparently differentiated in the environment. Adults should help the exaction the understanding of what is good and setting clear limits against detrimental or unsociable behaviors. So, role of adult. കുട്ടികളെ എപ്പോഴും നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? അവരെ നല്ലപോലെ സ്നേഹിക്കണം, ലവിങ്, കെയറിങ് വേയിലായിരിക്കണം അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അവരെ ചീടൻ എന്ന് പറഞ്ഞ റിവ്യൂ, വഴക്ക് പറയുകയല്ല, അവരുടെ നേരെ ഷൗട്ട് ചെയ്ത് അവരെ വഴക്ക് പറയുകയല്ല, അങ്ങനെ വല്ലാതെ അവരെ ട്രീറ്റ് ചെയ്യല്ല വേണ്ടത്.
അത് അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ അവരുടെ നേരെ ഷൗട്ട് ചെയ്യുമ്പോൾ, അവരെ വഴക്ക് പറയുമ്പോൾ, ബീറ്റ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുന്നു, കുറച്ചു നേരം പുറത്ത് നിർത്തുവോ, ചില പാരന്റ്സ് ഒക്കെ അകത്ത് അടച്ചിടും അല്ലെ, അങ്ങനെ ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കിയിട്ട് അടച്ചിടുവോ, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് മാർഗങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അവരെ ഭയങ്കര ബാഡ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യരുത്. കാരണം അത് അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. അത് ഭയങ്കര ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അവരങ്ങോട്ട് താന്നു പോകാം, ഡിസ്ട്രക്റ്റീവായ, അവർ വളരെ മോശമായിട്ട് ഒരു ആ രീതിയിലാകാനുള്ള ചാൻസ് ഉണ്ട്. അതുവരെ ആക്റ്റീവ് ആയിരുന്ന കുട്ടി ചിലപ്പോൾ പിന്നീട് അതിന് ശേഷം ആക്റ്റീവ് ആവില്ല. ഒരു നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ബാച്ചിൽ ഒരു കുട്ടി പറഞ്ഞതാണ്, അതിനൊരു സ്കൂളിൽ ജോബ് കിട്ടി, KG കുട്ടികളെ തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ പൊസസീവ്നെസ്സും ഓവർ അറ്റാച്ച്മെന്റും ഒരു കുട്ടിക്ക് ഈ നമ്മുടെ ട്രെയിനിയോട് ഒരു രീതിയിലും അതിൽ നിന്ന് വെച്ചാൽ അത് കുറച്ച് ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചോണ്ട് എന്നോട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഫാമിലി എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ ഫാമിലിയൊക്കെ നല്ല ഫാമിലിയാണ്, കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഫാമിലിയോടൊന്ന് സംസാരിക്കൂ. കാരണം കുട്ടി ഭയങ്കര സെക്യൂർ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ട്രെയിനിയുടെ കൂടെയാണ്. അതിനെ കണ്ടില്ലെങ്കിൽ കുട്ടി ഭയങ്കര വയലന്റ് ആവും, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. അപ്പൊ കാരണം അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മ വർക്ക് ചെയ്യുന്നില്ല, അച്ഛൻ ബാങ്കിലെ ജോലിയാണ്, എന്നാലും അത്യാവശ്യം ടൈം കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എന്തായാലും രണ്ടുപേർക്കുണ്ട്. താഴെ ഒരു ചെറിയ ബേബിയും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും കാരണം ഇപ്പൊ പാരന്റ്സ് ആദ്യം ഒക്കെ പോസിറ്റീവ് സൈഡിലേ കാണിക്കുള്ളൂ. കുട്ടിക്ക് എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നടന്നിട്ടുണ്ടാകും. അതാണ് ഈ നമ്മുടെ ട്രെയിനി ആയിട്ട് ഇത് ഭയങ്കര കംഫർട്ട്. വേറെ ആരായാലും ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി പ്രശ്നമാന്ന് പറഞ്ഞു. നമ്മൾ പാരന്റ്സിനോട് എന്തായാലും സംസാരിക്കും. സംസാരിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. അതിനുള്ള ഒരു എന്തെങ്കിലും തെറാപ്പി ആണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങണം. അങ്ങനെ നോക്കിയിട്ട് പറയാനായിട്ട് അതിനോട് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്, തെറാപ്പിസ്റ്റിന് കാണേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഓവർ പൊസസീവ്നെസ്സും ഓവർ അറ്റാച്ച്മെന്റും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് കുട്ടിയെ അങ്ങോട്ട് നമ്മൾ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്, ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും ഏൽപ്പിക്കരുത്. അപ്പം അഡൽട്സിന് എപ്പോഴും ആ ഒരു ബോധം ഉണ്ടായിരിക്കണം, അവർക്ക് ആ ഒരു നോളജ് ഉണ്ടാവണം. കുട്ടികൾക്ക് സ്നേഹം, ഒരു സ്നേഹിക്കപ്പെടുകയും വേണം, അവര് സ്നേഹിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവരോട് നല്ല പോലെ ലവിങ് ആയിട്ട് പെരുമാറുന്ന ആളുകളോട് കുട്ടികൾ ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും അല്ലെ. അവരുടെ മടിയിലിരിക്കുക, എപ്പോഴും അവരെ കാണുമ്പോൾ സന്തോഷം, അതൊക്കെ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ രീതിയിലല്ല പെരുമാറ്റം, ഹാർഷായിട്ടാണെങ്കിൽ അത് അവരെ വല്ലാതെ തളർത്തും. പിന്നെ മോറൽ വാല്യൂസിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു, പല രീതിയിലുള്ള മോറൽ വാല്യൂസ്. കാരണം സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ബിലീഫാണ്. പക്ഷെ ഇതെല്ലാം അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, മീൻസ് ആ രീതിയിൽ അവരിൽ മോറൽ വാല്യൂസ് വരും. അതേസമയം അങ്ങനെ വിശ്വസിക്കാത്ത ആളുകൾ എന്നാലും അവരൊരു ശക്തി, ഒരു ഫോഴ്സിനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകം ഇങ്ങനെ, നമ്മൾ ഇങ്ങനെയെന്ന് അവരെന്തായാലും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മോറൽ സെൻസ്, സംതിങ് ഈസ് കൺട്രോളിങ് അസ്. നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ ആക്ഷനും അതുപോലെ തന്നെ വാക്കുകളും എല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. അറിഞ്ഞോ അറിയാതെ ആരെയും ദ്രോഹിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ചിന്ത നമ്മളുടെ ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? സംബഡി ഈസ് വാച്ചിങ് അസ് എന്നുള്ളൊരു പേടി നമുക്ക് എപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ ഈ നമ്മൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഗുഡ് ആൻഡ് ബാഡ് അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ഈവിൾ തിങ്സ് നടക്കാം ചാൻസസ് ഉണ്ട്. ഇപ്പൊ കുട്ടികളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ബാഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇത് കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഇന്റർവെയിൻ ചെയ്യാം. കാര്യം കുട്ടിയെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ പറയുമ്പോഴും ഈവിൾ ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ ഇന്റർവെൻഷൻ നടത്തി അത് അപ്പാടെ അവിടെ നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു റോള് അഡൽട്ടിൽ എന്തായാലും ഉണ്ട്. അപ്പൊ അൺസോഷ്യബിൾ, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത് മാറ്റിയെടുക്കുക എന്നുള്ളതും കൂടെ അഡൽസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് പണിയില്ല, പാസീവാണ്, ഒബ്സർവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇന്റർവെയിൻ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ഞാൻ നിങ്ങളോട് ഒരു അസസ്മെന്റ് ടൂളിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് വാങ്ങാൻ പറഞ്ഞിരുന്നോ? പ്ലീസ് പറഞ്ഞോ. ഓക്കെ, അതിൽ പറഞ്ഞിരുന്നു 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലെ. അതാണ് ഇനി വരുന്നത്, സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. യെസ് പ്ലീസ്.
ആരാ വായിക്കുക? വായിക്കേണ്ട എവിടെ വരെയാന്ന് ഞാൻ പറയാം. താഴെ കുറച്ച് ഒരു ആരോ മാർക്ക് പോലെ തന്നിട്ട് ഒരു 3 പോയിന്റ്സ് തന്നിട്ടില്ലേ, അതിന്റെ ഇവിടെ വരെ അതേഴ്സ് വരെ, അതായത് നമുക്ക് ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് താഴെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിന് തൊട്ട് മുമ്പിൽ വരെ വായിക്കണം. കൊച്ചു കൊച്ചു പാരഗ്രാഫുകളാണല്ലോ, ഇത് മുഴുവൻ വായിച്ചാലേ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ പ്ലീസ്. ആരും ഇല്ല എന്ന് വായിക്കാൻ? Nobody. ഞാൻ വായിക്കാം മിസ്. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. According to Montessori, development takes place in stages. There are mainly 2 stages, namely childhood and adulthood. She divided these into 4 periods, which she called as formative planes. They are 0 to 6 first period, 6 to 12 second period, 12 to 18 third period, 18 to 24 fourth period. Caregivers and teachers need to understand the periods of development in order to aid the child or the young adult to allow each child or young adult to maximize his own potential. Montessori explained these periods with some particular points. There is a particular goal in development. For example, in the first period, the particular goal of the child is to follow his inner urges and create himself, that is his personality. There is a readily identified direction being followed to reach that goal. There is a specific awareness given to humans in each period. The child has special artistry to help him develop himself. They help with child development. She identifies them as the sensitive spirit and absorbent mind. Each of these 4 planes of development builds upon the last, and as such, the faculty development in any one plane affects the successful completion of all the others. ഓക്കെ. മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഡെവലപ്മെന്റിനെ 2 മെയിൻ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റേജസിലാണ് ഈ ഡെവലപ്മെന്റ് നടക്കുന്നതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഈ 2 സ്റ്റേജസിനെ മറിയ മോണ്ടിസോറി 2 നെയിം കൊടുത്തു. ഒന്ന് ചൈൽഡ്ഹുഡ്, ഒന്ന് അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡ് ബർത്ത് തുടങ്ങിയിട്ട് 12 ഇയേഴ്സ് വരെയാണ്. അതുപോലെ അഡൾട്ട്ഹുഡ് 12 ഇയേഴ്സ് തുടങ്ങി 24 ഇയേഴ്സ് വരെയാണ്. എഗെയിൻ ഈ 2 സ്റ്റേജിനെ, ഓരോ സ്റ്റേജിനെ 2 പീരീഡ് ആയിട്ട് മറിയ മോണ്ടിസോറി ഡിവൈഡ് ചെയ്തു. അങ്ങനെ 4 പീരീഡ്സ്. എപ്പോഴും ഞാൻ എക്സാമിന് ചോദിക്കാറുണ്ട്, മറിയ മോണ്ടിസോറി ഡിവൈഡഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ഇൻ ടു ഡാഷ് സ്റ്റേജസ്. അപ്പൊ ആൻസർ എന്ത് വരും? 2 stages അല്ലെ, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഇങ്ങനെ ചോദിക്കാം. മറിയ മോണ്ടിസോറി ഡിവൈഡഡ് ദ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ഇൻ ടു ഡാഷ് പീരിയഡ്സ്. 4 പീരിയഡ്സ്. തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ, തമ്മിൽ മാറിപ്പോവരുത്. 4 പീരീഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം മറിയ മോണ്ടിസോറി ഡിവൈഡഡ് ദ ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് എ ചൈൽഡ് ഇൻ ടു ഡാഷ് ഫോർമേറ്റീവ് പ്ലെയിൻസ്. ഈ 4 പീരീഡിനെ ഫോർമേറ്റീവ്, ആ ഒരു ഫോമിലേക്കാണ് ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നാണ് പറഞ്ഞത്. അവിടെയും 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. ഇപ്പൊ 2 സ്റ്റേജസ് ആണ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിനെ 2 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അഡൾട്ട്ഹുഡിനെ അഗെയിൻ 2 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 പീരീഡ് ആണ് ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ്. അത് ബർത്ത് തുടങ്ങിയിട്ട് 24 ഇയേഴ്സ് ആകുന്ന വരെയാണ്. നമുക്കറിയാം ഒരു കുട്ടിയുടെ 0 to 6 ഇയേഴ്സ് അതാണ് ഫസ്റ്റ് പീരീഡ്, 6 to 12 ഇയേഴ്സ് അതാണ് സെക്കൻഡ് പീരീഡ്. 12 എന്ന് പറയുമ്പോൾ ടീനേജിന്റെ പടിവാതിക്കലിൽ എത്തി നിൽക്കുക അല്ലെ, 12 അങ്ങോട്ട് കടക്കാനായിട്ട്. പിന്നെ അഡൾട്ട്ഹുഡിനെ അഗെയിൻ 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 12 to 18 ആ ഒരു പീക്ക് തിളച്ചു നിൽക്കുന്ന സമയം ടീനേജ്. പിന്നെ 18 to 24 നമ്മൾ പറയില്ല, ഒരു മുഖതിരിവൊക്കെ വന്നു, ഇനി പക്വത വന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രായം. 18 to 24. ആക്ച്വലി 24 ഇയേഴ്സ് ആകുമ്പോൾ ആണ് ഒരാളുടെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബ്രെയിൻ പൂർണ്ണമായും മെച്യൂർ ആകുന്നത്. ബ്രെയിനിന് 2 സൈഡ്സ് ആണ്, ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും. അതായത് നമ്മുടെ ബുദ്ധിപരവും വൈകാരികപരമായ കാര്യങ്ങൾ പക്വതയാകുന്ന സമയം, നമ്മുടെ ഇന്റലക്ച്വലും ഇമോഷണലും മെച്യൂർ ആകുന്ന ടൈം എന്ന് പറഞ്ഞാൽ 24 ഇയേഴ്സ് ആണ്.
24 years ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അക്കാദമിക്സ് ബ്രേക്ക് ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ആ അക്കാദമിക്സ് എവിടെ എത്തി നിൽക്കും 24 years വന്നു കഴിഞ്ഞാൽ? PG കഴിയും. അതെ, PG കഴിയും അല്ലെ. ഒരു 14, 15 ഒക്കെ ആകുമ്പോൾ 10th, ഒരു 18 ഒക്കെ ആകുമ്പോഴേക്കും 12th, പിന്നെ ഒരു എന്താ പറയാ ഒരു 21 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഡിഗ്രി കഴിയുന്നതായിരിക്കാം. പിന്നെ 2 years PG. കറക്റ്റ് നമ്മൾ പറഞ്ഞു PG ആയി. ഏതൊരു ആളുകൾക്കും ഇമോഷൻസ്, ഫീലിങ്സ്, നമ്മളിപ്പോ പറഞ്ഞു ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞു. ഈ ഒരു കുട്ടികൾക്ക് പൊതുവെ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നാം അല്ലെ. അപ്പൊ 24 years ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീരിയസ് റിലേഷൻഷിപ്പായിട്ട് സക്സസ് ആകുവാണെങ്കിൽ സീരിയസ് റിലേഷൻഷിപ്പായി മുന്നോട്ട് പോകുന്നതും അത് മാരേജിലേക്ക് എത്തുന്നതും. അതിനു മുമ്പ് കുട്ടികൾക്ക് ആ ഫീലിങ്സ് തോന്നുന്നതിന് തെറ്റൊന്നുമില്ല. അതൊക്കെ തോന്നിയില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടി, നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടി ആ ഒരു അഡോളസൻസ് എത്തുമ്പോഴേക്കും ഇവർക്ക് അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 years, ആ ഒരു 10-12 years ഒക്കെ പറഞ്ഞ ആ ഒരു സമയത്ത് ആ ഒരു കൗമാര കാലഘട്ടത്തിലാണ് ഈ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ കൂടുതലായിട്ട്. അപ്പൊ ആ ഒരു ടൈമിൽ അവർക്ക് അങ്ങനെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഒരാളോട് തോന്നുമ്പോൾ അവർക്കത് വന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മളുമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ തെറ്റിലേക്ക് പോവില്ല. അവർക്കത് കാരണം അവർക്ക് അവരുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പക്വതയുള്ള ഒരു പ്രായമല്ല ഒരു കൗമാര കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആസ് എ പാരന്റ് ആയാലും ടീച്ചർ ആണെങ്കിലും ആ ഒരു സ്പേസിൽ കുട്ടികൾ അത് വന്ന് നമ്മളോട് പറയുമ്പോൾ അവരങ്ങ് റിലാക്സ്ഡ് ആകും. നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് 9th 10th എന്തോ പഠിക്കുന്ന ഒരു പെൺകുട്ടി എല്ലാ വിശേഷങ്ങളും സ്കൂളിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും അമ്മയുടെ അടുത്ത് വന്ന് പറയും. പറഞ്ഞാണോ? അങ്ങനെ ഒരു ദിവസം അമ്മയുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര ഇച്ചിരി നാണത്തോടെ ഇച്ചിരി സന്തോഷത്തോടു കൂടി പറയാം. ഒരു കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേര് അത് പറഞ്ഞിട്ട് അവളും വേറെ പയ്യന്റെ പേര് അവര് തമ്മിൽ ലൈന അമ്മയെന്ന് പറഞ്ഞേ. ഇത് കേട്ടതും അമ്മ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, പൊട്ടിത്തെറിച്ചോര്. നീയെങ്ങാനും ഇതുപോലെ എങ്ങാനും ആയി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. ദോശ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചട്ടത് ഇങ്ങനെ പൊക്കിക്കൊണ്ടാ പറഞ്ഞത്. കുട്ടി പേടിച്ചു പോയി. അപ്പോ അവൾക്ക് അങ്ങനെ ഒരു ഫീൽ ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ അവൾ ഇനി അത് അമ്മയോട് വന്ന് പറയൂ. കാരണം കൂട്ടുകാരിയുടെ ഒക്കെ പറഞ്ഞപ്പോൾ അനുഭവം ഇതാ, സ്വന്തം കാര്യം വന്ന് പറയും. അവൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ. മിക്കവാറും മിക്ക കാര്യങ്ങളും പിന്നെ അമ്മോട് ഹൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ ആ ഒരു സ്പേസ് കുട്ടികൾക്ക് അത് നമ്മളോട് വന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ എന്തുണ്ടെങ്കിലും അവര് എന്റെ ഫ്രണ്ട്സ് ചിലർ പറയാറുണ്ട് 7ാം ക്ലാസ് വരെയും പറയുമായിരുന്നു, ഇപ്പൊ എന്നോട് ഒന്നും പറയാറില്ല. ഇപ്പൊ എന്തോ ആ ഒരു ബ്ലോക്ക് അവിടെ വന്നു. 7th കഴിഞ്ഞ് പറയാത്തതിന് എന്തോ ഒരു കാരണം അവിടെ തമ്മിൽ എന്തെങ്കിലും ക്ലാഷോ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാകാതിരിക്കാം. അതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവര് വന്ന് പറയും. ഇനി പലപ്പോഴും കുട്ടികൾ നേരിടുന്ന ഭയങ്കര വിഷമകരമായൊരു ഇതാണ് ബ്രേക്കപ്പ് അല്ലെ. അപ്പൊ ഈ ബ്രേക്കപ്പ് നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡൗൺ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് അവർക്ക് പലതും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് പിന്നെ നമ്മൾ അപ്പോഴായിരിക്കും അറിയുന്നതെന്ന് വിചാരിച്ചു ബ്രേക്കപ്പ് എന്നുള്ള സംഭവം. അപ്പൊ നമുക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇവര് പിന്നീടുള്ള ജീവിതം അവരെ ജീവിക്കുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു വിഷമഘട്ടം അതിനെ അവർക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവരെ ആക്കിയെടുക്കുക എന്നുള്ളതേ പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ആ ഒരു ഇത് വരുന്നത്. ഒരു 24 years ആകുമ്പോൾ മെച്യൂർ ആകും. ആ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെ ജോബ്, കരിയറിലേക്കുള്ള ശ്രദ്ധ, പിന്നെ ഹയർ ആയിട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ അതിനൊക്കെയുള്ള ശ്രദ്ധ, ലൈഫ് സെറ്റിൽ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു മനുഷ്യൻ ഈ ഒരു സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യുന്നത്. മോണ്ടിസോറി ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തെങ്കിലും മോണ്ടിസോറിക്ക് ആ ഒരു 0 to 6 years വരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്തു കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഹയർ ഏജിലേക്ക് പോയപ്പോൾ, കൂടുതൽ പ്രായം അതിന് മുകളിലേക്ക് പോയപ്പോഴേക്കും, പ്രത്യേകിച്ചും അഡൾട്ട്ഹുഡിലേക്കുള്ളതിൽ കാര്യമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ മറിയ മോണ്ടിസോറി പറ്റിയില്ല. പക്ഷെ എന്നാലും അവര് അനലൈസ് ചെയ്ത ഒബ്സർവേഷൻസ് നമുക്കിവിടെ പറയുന്നുണ്ട്.
ഓരോ ഡെവലപ്മെന്റിനും ഓരോ പെർട്ടിക്കുലർ ഗോൾ ഉണ്ട് അല്ലെ. കുട്ടിയുടെ കാലിലെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടി നടക്കാനും ഓടാനും അപ്പൊ ഓരോ ഡെവലപ്മെന്റും നമ്മുടെ ബോഡിയിലെ ആണെങ്കിൽ അത് മൈൻഡിന്റെ ആണെങ്കിലും ബോഡിയുടെ ആണെങ്കിലും ഓരോ ഡെവലപ്മെന്റിനും ഓരോ ഗോളാണുള്ളത്. അപ്പൊ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് 0 to 6 years. ബേർത്ത് തുടങ്ങിയിട്ട് 6 years. അതിൽ തന്നെ നമ്മൾക്കറിയാം ബേർത്ത് തുടങ്ങി 3 വയസ്സ് വരെ കുട്ടിയുടെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഷ്യസ് അല്ല, അത് അൺകോൺഷ്യസ് ആണ്. കുട്ടി ഓർക്കില്ല ആ ഒരു ഏജിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ബട്ട് ആഫ്റ്റർ 3 years, അപ്പൊ 3 to 6 years, ഇപ്പൊ ഫസ്റ്റ് പീരീഡ് തന്നെ നോക്കിക്കേ, 2 കാര്യങ്ങൾ അവിടെ. ഒന്ന് കോൺഷ്യസ് മൈൻഡും, അത് 3 വയസ്സ് തുടങ്ങിയാണ്. മറ്റേത് അൺകോൺഷ്യസ് മൈൻഡ് 3 വയസ്സിന് താഴെ. ആ ഒരു കാര്യങ്ങളുണ്ട് ഇത്. അപ്പൊ ആ ഒരു സമയത്ത് പക്ഷെ ഈ അൺകോൺഷ്യസ് മൈൻഡ് ആയിരുന്ന സമയത്ത് 0 to 3 years കുട്ടി കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കുട്ടിയുടെ ഉള്ളിൽ ഇംപ്രഷൻസ് ആയിട്ടുണ്ട്, കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ഉണ്ട്. അപ്പൊ 3 to 6 years കുട്ടി ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ഏർജ് എന്ന് പറയുന്നത് ഉള്ളില് കിടക്കുന്ന ഈ പല കാര്യങ്ങളും ആയിരിക്കും ഫോഴ്സ് ചെയ്യുന്നത്. ത്വരാന്നൊക്കെ പറയില്ലേ, അതാണ് ഏർജ്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു പുതിയതായിട്ടൊരു ടോപ്പിക് എടുത്തപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തെടുത്തത്. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതെല്ലാം എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ നെക്സ്റ്റ് ഈ സെയിം ടോപ്പിക്കിനെ വേറൊരു ബാച്ചിൽ ഞാൻ എടുക്കുമ്പോൾ എന്റെ ഉള്ളിലുള്ള ഈ പല പല കാര്യങ്ങളായിരിക്കും എന്നെ പിന്നെ ഫോഴ്സ് ചെയ്യുന്നത് ആ അടുത്ത ബാച്ചിലെടുക്കും. അവിടെ നിന്നും കുറെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുമല്ലേ. അപ്പൊ അതും എന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കണ്ടാവും. അടുത്തൊരു മൂന്നാമതൊരു ബാച്ചിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന ഇതെല്ലാം കൂടെ പാകപ്പെട്ടിട്ടായിരിക്കും അടുത്ത ആക്ടിവിറ്റി ഞാൻ ചെയ്യും. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും. അവർക്ക് ഇപ്പൊ ഇന്നലെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം അവരുടെ ഉള്ളിലുണ്ടാവും. അതായിരിക്കും ഇവരെ ഡ്രൈവ് ചെയ്യുന്നത്. അടുത്ത ദിവസത്തെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവരെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ കുട്ടി എപ്പോഴും കുട്ടിയുടെ ഉൾവിളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആരോ എന്തോ പറയണമെന്ന്. ആക്ച്വലി ഇറ്റ് ഇസ് ദാറ്റ് ഫോഴ്സ് ആണ്. നമ്മളിങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യണ്ട സ്റ്റോപ്പ് എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഫീൽ ഒക്കെ വരാറില്ലേ. സെയിം അത് അവനവന്റെ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അവൻ തന്നെത്താൻ അവന്റെ ഉള്ളിലുള്ള ഇത് വെച്ചിട്ട് ആ ഒരു പൊട്ടൻഷ്യൽ വെച്ച് അവൻ കാര്യങ്ങൾ ചെയ്യുന്നു. സോ അവന്റെ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും പേഴ്സണാലിറ്റി ഭയങ്കര വലുതായി അഡൾട്ടൊക്കെ ആയി ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്തു. ശരിക്കും നമ്മളുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ചെറുപ്പം തുടങ്ങി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിനെവിടെയെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത, നമ്മളെ കുറിച്ച് തന്നെ ഒരു ബിലീഫ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഭയങ്കര ഉൾവലിഞ്ഞ ആളുകളായിട്ട് മാറിപ്പോകും. അപ്പൊ ഓരോ പീരീഡിലും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് ഈ ഒരു കുട്ടി അറിയുന്നത്. എന്ത് ചെയ്യണം, അവന് സെൽഫ് കൺസ്ട്രക്ഷനിൽ ഞാൻ എന്താണ് അടുത്ത ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാം ആ കുട്ടിക്ക് മനസ്സിലാവും. അഡൾട്ട് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നു, കുട്ടിയുടെ ആ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മളുടെ ഹെൽപ്പ് ഒരിക്കലും അവരുടെ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആകരുത്. അപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്, അബ്സോർബൻ മൈൻഡ് ഉണ്ട്. നമ്മൾ അത് പറഞ്ഞിരുന്നു. അവര് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അവർ എൻവയോൺമെന്റുമായിട്ട് അവര് സെൻസോറിയൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് സെൻസസ് എല്ലാം ആക്ടിവേറ്റ് ആകുന്നു. അതുപോലെ തന്നെ അബ്സോർബൻ മൈൻഡ്, സ്പഞ്ച് പോലെയാണ് അവരുടെ മനസ്സ്. വെള്ളത്തിലിട്ടാൽ അങ്ങ് അബ്സോർബ്ഡ് ഫുൾ അങ്ങ് വലിച്ചെടുക്കും. കാണുന്നതും കേൾക്കുന്നതും എല്ലാം മനസ്സിലാക്കുന്നതും ഒക്കെ അവര് അങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പൊ ഇനി 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ഇനി ഓരോന്നുള്ളത് നമുക്ക് കാണാം. ഫസ്റ്റ് പീരീഡ് 0 to 6 years ആണ്. അത് മാത്രമായിട്ട് ഒറ്റ പാരഗ്രാഫ്, അത് മാത്രമായിട്ട് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യെസ്, അത് വായിക്കാനായിട്ടില്ല. നേരെ ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണോ? First period 0 to 6 years. The first period 0 to 6 years is marked by fast and intense changes in the overall development of the child, physically, cognitively, socially, and emotionally. During this period, the child's main purpose is to create himself. During this period, child make use of special sensitivities to help themselves in their development of personality. Their development takes place as the predetermined psychic patterns unfold with the help of an absorbent mind and sensitive period of free interaction with their ambience. Using these periods of development, Montessori was able to examine the natural laws of psychic pattern at work in
children. She watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life, and stages of growth. Thank you. സോ ഫസ്റ്റ് പീരീഡ് ദാറ്റ് 0 to 6 years നമ്മൾ ഓൾറെഡി നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസും പറഞ്ഞപ്പോൾ മറിയാം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ മുഴുവനും ആ 0 to 6 yearsലാണ് നമ്മളത് കണ്ടത്. ഫാസ്റ്റ് ആയിട്ട് പല ഏരിയയിലും കുട്ടിയുടെ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു ടൈമാണ് 0 to 6 years എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് പീരീഡ് ഫിസിക്കലി ചൈൽഡ്ഹുഡിലെ ഫസ്റ്റ് പീരീഡ് ഫിസിക്കലി കോഗ്നിറ്റീവ്ലി ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും സോഷ്യലി സാമൂഹ്യപരമായിട്ടും ഇമോഷണലി വൈകാരികപരമായിട്ടെല്ലാം ഇവരുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ടും ഇന്റൻസ് ആയിട്ട് നടക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു സമയത്ത് കുട്ടി സെൽഫ് മെയ്ഡ് ആവുകയാണ്, ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുവാണ്. സെൻസിറ്റീവ് പീരീഡ് ആണ്, അബ്സോർബൻ മൈൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേണിലാണ് പോകുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും. ഈ ഒരു ഡെവലപ്മെന്റ് സമയത്ത് മോണ്ടിസോറി ശരിക്കും എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നാച്ചുറൽ ലോസ്, ലോ ഓഫ് വർക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, കുട്ടി ഇൻഡിപെൻഡന്റ് ആക്കുമ്പോൾ കുട്ടി ഫ്രീഡം കിട്ടുന്നു. പിന്നെ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടിയും അതിന്റെ അറ്റൻഷനും ഒക്കെ കൂടുന്നു. അപ്പൊ അതുവഴി ഡിസിപ്ലിൻ വരുന്നു. പിന്നെ അത് ഒബീഡിയൻസിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇന്റലിജൻസ്, അവരുടെ ഒരു സെൽഫ്, യെസ് ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു കോൺഫിഡൻസ്. ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നു. 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം, എയും ബിയും. എ എന്നുള്ളൊരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. സെയിം ആക്ടിവിറ്റിയാണ് ബിക്ക് കൊടുത്തിരിക്കുന്നത്. 2 ഫെസിലിറ്റേറ്റേഴ്സും ഉണ്ട്, എക്കും ഉണ്ട് ബിക്കും ഉണ്ട്. എ ആക്ടിവിറ്റി ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എയുടെ ഫെസിലിറ്റേറ്റർ. ബി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുവരെ എല്ലാം സെയിം ആയിട്ട് പോകും. എ ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നു. പക്ഷെ ഫെസിലിറ്റേറ്റർ അനങ്ങില്ല, ആ ഒബ്സർവേഷൻ തന്നെ ചെയ്യുവാണ്. അപ്പൊ എന്നുള്ള കുട്ടി എന്ത് ചെയ്തു? വീണ്ടും റിപ്പീറ്റ് ചെയ്തു. വീണ്ടും ശരിയായില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്തു. വീണ്ടും ശരിയായില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അവൻ ആ എറർ മനസ്സിലായി. അവൻ അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. അവന് ഭയങ്കര സന്തോഷമായി. അവൻ കൈയടിക്കാനായിട്ട് തുടങ്ങി. സെയിം ടൈം സെയിം ആക്ടിവിറ്റി ചെയ്യുന്ന ബി എന്ന കുട്ടി ഫസ്റ്റ് ടൈം ചെയ്തു, മിസ്റ്റേക്ക് വന്നു. പെട്ടെന്ന് തന്നെ ഈ ഫെസിലിറ്റേറ്റർ ഇന്റർവെൻഷൻ നടത്തി. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് ശരിയായില്ല, ഇങ്ങനെയാണ് ചെയ്തതെന്ന് അവര് ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ ഇതില് കോൺഫിഡൻസ് ഏത് കുട്ടിക്കാണ് ഉണ്ടാവുക? എക്കാണോ ബിക്കാണോ? എക്കായിരിക്കും. കാരണം അവൻ തന്നെ തന്നെയാണ് അവന്റെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തത്, അല്ലെ? ബിയുടെ ടീച്ചർ പറയാണ് നീ ചെയ്തത് ശരിയായില്ല, തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. സോ അവന്റെ ഉള്ളില് ഞാൻ ചെയ്ത അപ്പൊ ശരിയാവില്ല, ഐ എം നോട്ട് ഗുഡ് എന്നുള്ളൊരു ഇത് അവന്റെ ഉള്ളിൽ അറിയാണ്ട് വരിക. പിന്നെ അവന് കോൺഫിഡൻസ് ഇല്ല തന്നെ ചെയ്യാനായിട്ട്. വളരെ ചുരുക്കം കുട്ടികളായിരിക്കും വാശിക്ക് ചിലപ്പോ അത് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതിന് കുറച്ചുകൂടെ അവരെ ഏജ് ആവണം, അല്ലെ? കുറച്ചുകൂടി ഒരു അഡോളസൻസ് ഒക്കെ ആവുമ്പോഴാണ് ഇവരുടെ ഈഗോ ഹർട്ട് ചെയ്യുന്നത്. നീ ചെയ്താൽ ശരിയാവില്ല, എന്നാ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം എന്നുള്ളൊരു ഫീല് വരുന്നില്ലേ? മോള് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്, 18+ ആയി. അപ്പൊ ഇവളുടെ ഒരു ഫ്രണ്ട്, ഒരു ബോയ് ഇവളുടെ കൂടെ തന്നെ സ്കൂളിൽ പഠിക്കുന്നത്, ഇവർ 2 കൂടിയാണ് പോയി ജോയിൻ ചെയ്തത്. അപ്പോ 2 വീലറും ഉണ്ട് 4 വീലറും ഉണ്ട്. അപ്പൊ ഇങ്ങനെ അതൊരു ലേഡി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ഹസ്ബൻഡാണ് ചില സമയത്ത് കാർ ഓടിക്കാനൊക്കെ ആയിട്ട് കൂടെ വരുന്നത്. ഹസ്ബൻഡ് എന്തും ഈ ലേഡിയോട് ചോദിച്ചിട്ട് ചെയ്യിക്കും. ജോയിൻ ചെയ്യാൻ ചെന്ന ദിവസം ബൈക്ക് ഓടിക്കണം താല്പര്യമുണ്ടേ. സാധാരണ 2 വീലർ എല്ലാം ബൈക്ക് തന്നെ ഓടിക്കണം. അപ്പൊ അത് പറഞ്ഞപ്പം അവര് പറഞ്ഞു, അത് നിനക്ക് പെട്ടെന്ന് പറ്റില്ല, ഇവന് പറ്റുന്നു പറഞ്ഞു, ഈ മോന് പറ്റുന്നു പറഞ്ഞു. അപ്പൊ 2 പേരും കൂടെ പോയിട്ട് വന്നിട്ട് അവൾ എന്നോട് എന്റെ ഈഗോ ഹർട്ട് ചെയ്തു, എനിക്ക് കോംപ്ലക്സ് അടിച്ചു, എന്നെ കൊണ്ട് പെട്ടെന്ന് പറ്റില്ല എന്ന് അവര് പറഞ്ഞു, ഇവന് പെട്ടെന്ന് പറ്റുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ 2 പേരോടായിട്ട് പറഞ്ഞു, അപ്പൊ നിനക്ക് അതൊരു ചലഞ്ചാണ് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത്. അതേസമയം മോനോട് ഞാൻ പറഞ്ഞു, മോനും ചലഞ്ച് തന്നെയാണ്, പെട്ടെന്ന് പറ്റുന്നാണല്ലോ പറഞ്ഞത്, പെട്ടെന്ന് പഠിക്കുകയും വേണമല്ലോ. കാര്യം ഇതിന്റെ വെയിറ്റ് കൊണ്ടായിരിക്കാം അവര് പറഞ്ഞേട്ടോ. നമുക്ക് വെയിറ്റ് ഉള്ള സാധനം ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് ഇച്ചിരി സമയം എടുക്കുമല്ലോ. പക്ഷെ ആൺകുട്ടികൾക്ക് പൊതുവെ അത്
പെട്ടെന്ന് പറ്റുന്നുള്ള രീതി കൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിപ്പോ അഡോളസൻസ് ഒക്കെ ആവുമ്പോഴാണ് പറ്റില്ല എന്ന് പറയുമ്പോ എന്നാ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരും, എന്നാൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇത് എൻ്റെ ഒരു ഞാൻ ഒരു വർക്ക് ചെയ്തപ്പോ അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു സാർ ഉണ്ടായിരുന്നേ. സാറിന് ഒട്ടും ദൈവത്തിൽ വിശ്വാസമില്ല, ജാതകം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒട്ടും വിശ്വാസമില്ല കേട്ടോ. അപ്പൊ ജാതകത്തിലെങ്ങാണ്ട് ഏതോ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു അത്രേ സാറ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യില്ല, ഫെയിൽ ആവുന്നു. സാർ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അച്ഛൻ്റെ അടുത്തൊരു ജ്യോത്സ്യൻ പറഞ്ഞു ഡിഗ്രി കംപ്ലീറ്റ് ആവില്ല, ഫെയിൽ ആവും. അപ്പൊ സാർ എന്നാ പിന്നെ വലിയ പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോ പുള്ളിക്ക് വാശിയായി, എന്നാ ഞാൻ ഫെയിൽ ആകാതെ ഡിഗ്രി എടുക്കാം എന്ന്. അതൊരു പോസിറ്റീവ് ആയി ശരിക്കും. സാർ ഡിഗ്രി എടുത്തു, PG എടുത്തു. അപ്പൊ ആ ഒരു ഇത് കേട്ട് ചില ആൾക്കാർ അതിന് വിശ്വാസമുള്ള ഒരാളാണെങ്കിലോ, അപ്പൊ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഡിഗ്രി എടുക്കും. സെയിം തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്നത്. ഓരോ ഏജില് അവരുടെ ഇന്നർ ആർജ് ഐ ക്യാൻ ഡു ദിസ് എന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് ചെയ്യും. അയ്യോ അപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല, ഐ എം നോട്ട് ഗുഡ് ഫോർ ദാറ്റ് എന്നുള്ളൊരു ഫീല് വന്നു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെ ലോ ആയി പോകും. ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം ഇങ്ങനെ ഒരു ആക്ടിവിറ്റി. പക്ഷെ വേണ്ട, കാരണം കുഞ്ഞുങ്ങളെ നമുക്ക് പരീക്ഷണ വസ്തുക്കളാക്കാൻ പറ്റില്ലല്ലോ അല്ലെ. ഒരു മനുഷ്യക്കുട്ടികളല്ലേ, മെഷീനൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ചോദിക്കാം, നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ ചെയ്ത് കാണിക്കണോ എന്ന് ചോദിക്കും. അപ്പൊ അവര് മറുപടി പറയുമല്ലോ. അപ്പൊ വേണ്ട ഞാൻ ചെയ്ത് നോക്കാം എന്നവര് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. ലെറ്റ് ദം ഡു. ഇനി അത് പറ്റിയില്ലെങ്കിൽ അവർ നമ്മളെ നോക്കും, അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യണോ വേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അവൻ ചെയ്തത് മിസ്റ്റേക്ക് ആണ്, അത് പൊട്ടത്തെറ്റാണെന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ അവർക്ക് ഡെമോ കാണിച്ചു കൊടുക്കരുത്. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് പീരീഡ് അതായിരുന്നു പറഞ്ഞത്. അതിനെപ്പറ്റി പറയാൻ വേണ്ടി കുറെ കാര്യങ്ങൾ അത് നമ്മൾ ത്രൂ ഔട്ട് ലെസന്റെ തുടക്കം തുടങ്ങിയേ നമ്മൾ പറഞ്ഞു. അവരുടെ പവർ ഓഫ് അറ്റൻഷൻ, അവരുടെ ഡിസിപ്ലിനകത്ത് ഒബീഡിയൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, സെക്കൻഡ് പീരീഡ് 6 to 12 years. അതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു പാരഗ്രാഫും ഉണ്ട്, അതിന്റെ കൂടെ ഫിസിക്കൽ ചേഞ്ചസും കൂടെ ഒന്ന് വായിക്കാം. Okay, ma'am. Second period, 6 to 12 years. In the second period, Montessori examined changes in direction of development and children's focus. Children's focus changes from one of self-creation to the development as social beings. At this stage, children have new powers. In the earlier period, the absorbent, mind and sensitive periods helps a child in his development. However, in the second period, these are replaced by what Montessori referred to as psychological characteristics. Changes in the second period are as follows. Physical changes. The physical changes are more intense during the 6 to 9 period than that of the 9 to 12 period. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against diseases. Their physical health is more stable. The muscles develop and the children become stronger. Their physical strength and stability gives them great stamina and energy. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് പീരീഡിലേക്ക് കടക്കുകയാണ്. 6 to 12 years. ഫസ്റ്റ് പീരീഡ് ഓൾറെഡി നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഫസ്റ്റ് പീരീഡിലായിരുന്നു. സെക്കൻഡ് പീരീഡിൽ മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. കുട്ടികളുടെ ഫോക്കസ് അത് ചേഞ്ച് ചെയ്യുന്നു. കാരണം ഒരു ചെറിയ ഏജിൽ കളിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പിന്നെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി റിലേറ്റഡ്. അവർ കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു സോഷ്യൽ ബീയിങ് ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് നടക്കുകയാണ്. കുട്ടികൾക്ക് പുതിയ പുതിയ പവേഴ്സ് വരുന്നു. ചെറിയ പ്രായത്തിൽ നമുക്കറിയാം അസുഖങ്ങൾ ഭയങ്കരമായിരിക്കും അല്ലെ. ഇവരുടെ ഇമ്മ്യൂണിറ്റി അത് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ആവാൻ തുടങ്ങുന്നു. പിന്നെ 0 to 6 years നമുക്കറിയാം സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും ഇത് രണ്ടും പവർഫുൾ ആയിട്ടുള്ള ടൂളായിരുന്നു അവരെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അത് മാറി അതിന് പകരം സെയിം ഫങ്ഷൻ തന്നെ അതിന് പകരം സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ടൈമിലാണ് അവരുടെ പല്ല് കൊഴിയുന്നതും അവരുടെ മിൽക്ക് ടീത്ത് പാൽപ്പല്ല് പോയി പെർമനന്റ് ടീത്ത് വരുന്നതും പിന്നെ അസുഖങ്ങൾക്ക് ആ ഒരു റെസിസ്റ്റൻസ് വരുന്നു, ഇമ്മ്യൂണിറ്റി വരുന്നു. ഫിസിക്കൽ ഹെൽത്ത് കുറെ കൂടെ സ്റ്റേബിൾ ആവും. കറക്റ്റ് അവരെ സ്കൂളിലേക്ക് പോവാനുള്ള പ്രായം അല്ലെ. അവർ കൂടുതൽ അപ്സെറ്റ് ഒന്നും ആവുന്നില്ല ഒരു ടൈമില്. കുറെ കൂടെ സ്റ്റേബിൾ ആയി. മസിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നു. കുട്ടികൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആകും. അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി
അവർക്ക് നല്ല സ്റ്റാമിനയും എനർജി. ആ ഒരു ടൈമിൽ സ്പോർട്സ് ഇവന്റ്സിൽ കുട്ടികൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നതാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം അവർ ചെയ്യാൻ തുടങ്ങും. പെൺകുട്ടികളും അവരുടേതായ ആക്ടിവിറ്റീസും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. കുഞ്ഞുങ്ങളെ ഡാൻസിന് അയക്കുന്നതും കുട്ടികൾ സ്കേറ്റിങ്ങിന് പോകുന്നതും ഫുട്ബോൾ, ത്രോ ബോൾ, അങ്ങനെ പല രീതിയിലുള്ള സ്പോർട്സ് ഗെയിംസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം ഇവർ ചെയ്യും. മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവരുടെ ഇന്റലിജൻസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ചേഞ്ചസ് ആണ്. മെന്റൽ ചേഞ്ചസും ക്യൂരിയസ് മൈൻഡ്സും രണ്ടും കൂടെ വായിക്കാമോ? Mental changes. In the first period, children work with the materials to achieve self-integration. This characteristics is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring it into existing relationship with what is already there. Children are very interested in knowledge during this period. Dr. Maria Montessori wrote, all other factors sink into insignificance beside the importance of feeding the hunger with intelligence and opening vast fields of knowledge to eager exploration. Curious minds. As the child's absorbent mind disappears, a new way of relation to the environment demonstrates. It is the functioning of the environment and the relationship with it which awakens the children's interest. Children constantly ask questions such as how, when, where, and why. They have developed the higher function required for analysis. Analysis allows children to compare, deduce, and arrive at a conclusion. Okay, mental changes. നമ്മൾ ഫിസിക്കലി ഉള്ള ചേഞ്ചസ് പറഞ്ഞു, അതൊക്കെ നമുക്കും ഇപ്പൊ ഓർമ്മയുണ്ടാവും. കുട്ടിയുടെ പല്ല് പോയി, പല്ല് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും. പഴയ പോലെ പനി അങ്ങനത്തെ ഇതൊക്കെ എപ്പോഴും വരുന്നില്ല. അപ്പൊ അങ്ങനെ കുട്ടികൾ മഴയിലും വെള്ളത്തും മണ്ണിലും ഒക്കെ കളിക്കാനായിട്ടുള്ള അതൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല അവർക്ക്. ഈ മെന്റൽ ചേഞ്ചസ് ഫസ്റ്റ് പീരീഡിൽ, അതായത് 0 to 6 years, നമ്മൾ സെക്കൻഡ് പീരീഡിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് കമ്പയർ ചെയ്യുവാണ്. ആ 0 to 6 years കുട്ടികൾ മെറ്റീരിയൽസ് വെച്ചിട്ട്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണെങ്കിൽ അവിടെ മെറ്റീരിയൽസ് വെച്ചിട്ട് പല ആക്ടിവിറ്റീസ് ചെയ്യും. അത് സെക്കൻഡ് പീരീഡിലാകുമ്പോൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആകും, എൻഹാൻസ്ഡ് ആകും. ഓക്കെ, അവരിൽ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാകും. എന്ത് ആക്ടിവിറ്റിയോടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം. ചിലരുടെ ക്രിയേറ്റിവിറ്റി കാണാം, ചില ഡ്രോയിങ്ങിൽ കാണിക്കുന്നത്, ചില ചെസ് കളിക്കുന്നതിൽ ഭയങ്കര മിടുക്കന്മാരായിട്ട് വരും. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങും. അപ്പൊ അതാണ് പറയുന്നത്, 4 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടികളെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കുന്നത് നല്ലത് എന്നുള്ള രീതിയിലൊക്കെ പറയും. ഇവര് കുറച്ചുകൂടെ ഇമ്മൻസ് പവർ, നല്ല രീതിയിലുള്ള പവർ കാണിക്കും. അതുപോലെ തന്നെ കേപ്പബിൾ ആയിരിക്കും, നല്ല എഫേർട്ട് എടുക്കും, അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല, കോൺസെൻട്രേഷൻ. അവരുടെ ക്രിയേറ്റീവ് ടാലൻസ് ലിമിറ്റ്ലെസ് ആയിരിക്കും. അപ്പൊ ഈ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലൻസ് അവരുടെ പിന്നീട് വരുന്ന അക്കാദമിക്സ് ആണെങ്കിലും വേറെ പല കാര്യങ്ങൾക്കാണെങ്കിലും കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അത് തിരിച്ചറിയുന്നത് പാരന്റ്സും ടീച്ചേഴ്സും തന്നെയാണ്. അതേസമയം നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോകും. പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്, സ്പടിക മൂവിയിൽ സംഭവിക്കുന്ന കാര്യയുടെ. ആ കുട്ടിയുടെ ക്രിയേറ്റീവ് ടാലൻസ് എത്ര നല്ല വലുതായിരുന്നു, അത് ആ കുട്ടിയുടെ അച്ഛൻ മനസ്സിലാക്കാതെ പോയി. അയാളുടെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ കാരണം അങ്ങനെ ആ കുട്ടിയുടെ ആ ടാലൻസ് അങ്ങ് അറസ്റ്റഡ് ആകാവും. മുകളിൽ മാറാല പിടിച്ചു കിടക്കുന്ന ഭാഗത്തെല്ലാം അടഞ്ഞു കിടക്കും. അതൊക്കെ ഇനി പിന്നീട് ആ തിരിച്ചറിഞ്ഞ് അച്ഛനത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒത്തിരി വൈകിയിട്ടുണ്ട്. അയാളുടെ ജീവിതം തന്നെ മാറിപ്പോകും, അല്ലെങ്കിൽ ഒരുമാതിരി നശിച്ച രീതിയിൽ തന്നെ മാറി, അല്ലാത്ത രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു പീരീഡില് എല്ലാം ഇങ്ങനെ പഠിക്കുക, എല്ലാം അറിയുക. അതുകൊണ്ടാണ് അവര് എന്തുകൊണ്ടാ അതിങ്ങനെ വാട്ട്, വൈ, വെൻ എന്നൊക്കെയുള്ള ഭയങ്കര വൈ ക്വസ്റ്റ്യൻസ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാര്യങ്ങൾ അറിയാനായിട്ട് ഭയങ്കര താല്പര്യം.
ആ ഒരു ക്യൂരിയസ് മൈൻഡ് ആയിരിക്കും എപ്പോഴും ആ ഒരു ഫ്രീക്വന്റ്ലി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താ അതിങ്ങനെ, അതെന്താ ഇങ്ങനെ ആവാത്തെ? കാരണം ചെറുപ്പത്തിൽ നമ്മൾ എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്നവരായിരിക്കും ഫസ്റ്റ് പീരീഡില്. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അതൊന്നും അല്ല ശരിയായ രീതി. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ, അതെന്തുകൊണ്ട് ഇങ്ങനെയല്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവരെ ചോദിക്കാനായിട്ട് തുടങ്ങും. കുട്ടികൾ പലതും അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അവർ അനലൈസ് ചെയ്തിട്ട് അവർക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫുള്ളി മനസ്സിലായാലാണ് അവരത് സേവ്ഡ് ആവുള്ളൂ അവരുടെ മനസ്സിൽ. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ ചേഞ്ചസ്. സോഷ്യൽ ചേഞ്ചസ് മാത്രമായിട്ട് പ്ലീസ്. Social changes. Due to spirit, children follow their independence. They distance themselves from their environment. Children endeavor for further independence in actions and thoughts. It is important to note that children play games and they form new roles from their many experiences. ബ്രേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും അല്ലേ? അത് എനിക്ക് കേൾക്കാത്ത നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഷഫീന, എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഷഫീന മ്യൂട്ട് ചെയ്തല്ലോ. ഓക്കെ, നോ പ്രോബ്ലം. സോഷ്യൽ ചേഞ്ചസ്. നമ്മളെ കുഞ്ഞുങ്ങളെ സോഷ്യലൈസ് ചെയ്യുന്നു അല്ലെ? അതുവരെ ചിലപ്പോൾ ഷൈ ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്ന കുട്ടികളെ ഈ ഒരു പ്രായമാകുമ്പോൾ അവർ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഈ ഒരു കാര്യം ഞാൻ എന്റെ മോനിൽ ശരിക്കും ഒബ്സർവ് ചെയ്തതാണ്. അവന്റെ ആ ഒരു സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 14 years ആയിട്ടും ആ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഈ ഒരു ടൈമിലാണ് അവൻ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ആ ഒരു സോഷ്യലൈസേഷൻ ഭയങ്കര ലോ ആയിരുന്നു. ചില കുട്ടികൾ പെട്ടെന്നാവുമായിരിക്കും. ഈ ഒരു പീരീഡിൽ കുട്ടികൾ അവരുടെ ഇൻഡിപെൻഡൻസ് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാം തന്നെ ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യമായിരിക്കും. അവര് പലപ്പോഴും അവര് ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഡിസ്റ്റൻസ് ചെയ്യും. അവർക്ക് എപ്പോഴും ഈ ഒരു ടൈമിൽ അവരുടെ പീർ ഗ്രൂപ്പുമായിട്ട് ചേർന്നിരിക്കാനായിരിക്കും ഇഷ്ടം. അവരുടെ ആക്ഷൻസും തോട്ട്സും ഒക്കെ വളരെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം അവർ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നു എന്നുള്ളതല്ല. ഒരു വീട്ടിലെ ഫാമിലി മെമ്പർ തന്നെ അറ്റ് ദ സെയിം ടൈം അവരുടെ തോട്ട്സ് പല കാര്യങ്ങളും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറും. പാരന്റ്സിൽ നിന്ന് ലീവ് ചെയ്യുന്നില്ല, പക്ഷെ അവന്റെ ആ ഒരു റോള് ആ ഒരു ഫാമിലിയിൽ ഇമ്പോർട്ടന്റ് ആയി തുടങ്ങും. ഇമ്പോർട്ടന്റ് മീൻസ് അവന് തിരിച്ചറിയുന്നു, അവന്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കും, അവൻ ഇൻഡിപെൻഡന്റ് ആവും. ഓക്കെ, ഇപ്പൊ കുട്ടികൾക്ക് എപ്പോഴും പീർ ഗ്രൂപ്പുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആകുന്ന ഒരു ടൈം. കുട്ടികൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാനും സോഷ്യൽ ഗെയിംസ്, അങ്ങനെ ഇപ്പൊ ഫുട്ബോള്, ക്രിക്കറ്റ്, അങ്ങനെ ചെസ്, അങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസും ഗെയിംസും അവർക്ക് താല്പര്യമായിരിക്കും. പിന്നെ അവരുടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവർക്ക് പുതിയ പുതിയ റൂൾസ് ഉണ്ടാക്കും. ഞാൻ മോന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, എന്താ ചോദിക്കുക, ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അവനോട് പറയും, ഈ മാർജിൻ വരയ്ക്കുമല്ലോ, മാർജിൻ വരയ്ക്കുമ്പോ വലിയ സ്കെയിൽ ഉപയോഗിക്കുക, ചെറിയ സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ നോട്ട്ബുക്ക് ആണേ. അപ്പൊ ചെറിയ സ്കെയിൽ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് 2-3 പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ ഫുൾ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ പറയും എന്നോട്, ഇങ്ങനെ അപമാനിക്കുവാണോ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ പറയും. ഞാനിപ്പോ ഇത് അപമാനിക്കുവാണോ എന്ന് ചോദിക്കും. അപ്പൊ അവരുടെ തോട്ട്സ് ഒക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ മാറും. അപ്പൊ കുട്ടികൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു രീതിയിൽ കംഫർട്ടായി, സോഷ്യലൈസേഷൻ നല്ല രീതിയിലായി. പെൺകുട്ടികളായിട്ട് അധികം മിങ്കിൾ ചെയ്യില്ലെങ്കിലും അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നതല്ലാതെ വോയിസുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അവർ വീട്ടിൽ വരെ ഒരുമിച്ചിരുന്നു അസൈൻമെന്റ് ചെയ്യും, ഫുട്ബോൾ കളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മടിയില്ല ഇപ്പൊ. പണ്ട് അതൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ തീർക്കാം. നെക്സ്റ്റ് ഡേയില് ഇനിയിപ്പം നിങ്ങളെ ഞാൻ ഓണം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ സമയത്ത് ഞാൻ ഉണ്ടാവില്ല.
മിൽറോസ് മിസ് ആയിരിക്കും വരുന്നത്. ഞാൻ എന്റെ മോളുടെ അഡ്മിഷന്റെ കാര്യത്തിനായിട്ട് ഡൽഹിക്ക് പോവാണ്. ഞാൻ തിരിച്ച് അന്ന് നൈറ്റേ വരുള്ളൂ, ട്യൂസ്ഡേ നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം മിസ്സേ. താങ്ക് യു. ഹാപ്പി ഓണം. മാം. ഹാപ്പി ഓണം.